സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. സ്നേഹമാത്രമായി ഞങ്ങളുടെ നല്ല ഈശോയെ, വീണ്ടും ഇതാ ഞങ്ങൾ നിന്റെ മുൻപിൽ കൂപ്പുകരങ്ങളോടെ ആയിരിക്കുകയാ. ഈ പുതിയ ദിവസത്തെ, ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ ഉള്ളം കയ്യിൽ പൊന്നുപോലെ കാത്തതിന് നന്ദി പറയുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്. പോകുന്നിടത്തെല്ലാം അങ്ങ് കാവലും കോട്ടയും തീർത്ത് കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കണമേ. ജോലിയിടങ്ങളിൽ, പഠനമേഖലയിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. കണ്ടുമുട്ടുന്നവരിൽ അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപത്തിൽ വീഴാതെ, തിന്മ ചെയ്യാതെ, തിന്മ കാണാതെ ഞങ്ങളെ കാക്കണമേ. ആർക്കും ഞങ്ങളായിട്ടൊരു വേദന സമ്മാനിക്കാൻ ഇടവരുത്തരുതേ. ഞങ്ങളുടെ വാക്കും പ്രവൃത്തികളും മറ്റൊരാൾക്ക് സങ്കടത്തിന് കാരണമാവരുതേ. ഈശോ, ഇന്നൊത്തിരി വേദനയോടെ ഈ പ്രാർത്ഥനയിൽ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന ഓരോ മക്കളുടെയും മനസ്സിനെ, ക്രമം തെറ്റി അവരുടെ ജീവിതത്തെ അങ്ങയുടെ തിരുമുറിവിലേക്ക് ഇതാ ചേർത്ത് വയ്ക്കുന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് ഈ മക്കളെ ഓരോരുത്തരെയും കഴുകണമേ. ശരീരത്തിനും മനസ്സിനും ഏറ്റിട്ടുള്ള എല്ലാ മുറിവുകളെയും ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകി സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നാൾ മുതൽ ഈ നിമിഷം വരെ സ്നേഹം ലഭിക്കാത്തതുകൊണ്ട് വേദനിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് തമ്പുരാനെ. നീറുന്ന ഓർമ്മകളാലും സഫലമാകാത്ത ആഗ്രഹങ്ങൾ മൂലവും ഓരോ മക്കളുടെയും മനസ്സിനേറ്റ മുറിവുകളെയും അതിൻ്റെ ഫലമായുണ്ടായ എല്ലാ അസ്വസ്ഥതകളെയും അങ്ങയുടെ തിരുവിലാവിൽ ചേർത്ത് വെച്ച് തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, സ്വർഗം തുറന്നങ്ങ് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയ്ക്ക് എത്രയും വേഗം ഉത്തരം നൽകണമേ. നല്ല ഈശോയെ, ഈ സമയം വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. ഈശോയെ, എന്നോട് പ്രാർത്ഥന ചോദിക്കുന്ന അങ്ങനെയുള്ള എല്ലാ മക്കളെയും ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരുണയുടെ കരത്തിൻ കീഴിലേക്ക് ഞാനിതാ അവരെ ഓരോരുത്തരെ സമർപ്പിക്കുന്നു. അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു. അവരുടെ ലക്ഷ്യങ്ങളുടെ കടബാധ്യതകളെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങേക്കൊരു നിമിഷം മതി അതെല്ലാം എടുത്തു മാറ്റുവാൻ. വിശ്വസിക്കുന്ന ഈശോയെ, പുതിയ വഴികൾ അവർക്കായിട്ട് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങെനിക്കും എൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകണമേ. എൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചുയർത്തണമേ. എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. അനേകം ജനതകൾക്ക് കടം കൊടുക്കുവാൻ എനിക്കിടയാക്കണമേ. കടം വാങ്ങുന്നവനല്ല, മറ്റുള്ളവർക്ക് മനസ്സറിഞ്ഞ് സഹായിക്കുന്നവനാക്കി എന്നെ മാറ്റണമേ. ഈശോയെ, ഇന്നു മുതൽ എൻ്റെ സമ്പത്തിൻ്റെ മേൽ പൂർണ്ണ അധികാരം ഞാൻ അങ്ങ് ഏൽപ്പിക്കുന്നു. എൻ്റെ സമ്പത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ വിപരീത ശക്തികൾക്ക് മുൻപിലും എൻ്റെ സമ്പത്ത് ഇരട്ടിക്കുന്നത് കാണുവാൻ അങ്ങിടയാക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഈ സമയങ്ങളിൽ ആരെങ്കിലും സാമ്പത്തിക മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മനസ്സ് നേറി അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ യേശുവേ
ഈ സമയം ഞാൻ അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. മഹത്വം 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 മഹത്വം. ദൈവമഹത്വം കർത്താവേ, ദൈവമഹത്വ സമയം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ അവിടുന്ന് ശക്തമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് മേഖലകൾ, ജോലി ഇടങ്ങൾ, വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഈശോയെ നന്ദി 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 നന്ദി. സ്തുതി 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 സ്തുതി. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്, മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്, മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. കാൽവരി മലയുടെ കീഴിലായി തിരുച്ചോര നോക്കി ഞാൻ നിന്നിടുന്നു. കാൽവരി മലയുടെ കീഴിലായി തിരുച്ചോര നോക്കി ഞാൻ നിന്നിടുന്നു. ആ തിരുരക്തത്താൽ കഴുകണേ നീ, പാപിക്കു മോചനം നൽകിടണേ. ആ തിരുരക്തത്താൽ കഴുകണേ നീ, പാപിക്കു മോചനം നൽകിടണേ. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്, മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്, മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. നമുക്ക് ഈ സമയം അത്ഭുത കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള പരിശുദ്ധ മാതാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ഇന്നേ ദിനം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ നിയോഗത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടെ ഈ സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിൻ്റെ മാതാവേ, അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ, അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും അവിടുത്തെ സ്നേഹത്തിനായി കാത്തു നിൽക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം പ്രത്യേക ആവശ്യത്തിനു വേണ്ടി അവിടുത്തെ മുൻപിൽ നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ അഭയവും ആശ്രയവുമായ മാതാവേ, എൻ്റെ വേദനകൾ മനസ്സിലാക്കി എൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് എന്നെ ചേർത്ത് നിർത്തുന്നത് പോലെ ഇന്നേ ദിവസം ഞാൻ ചോദിക്കുന്ന ഈ സമയം നിങ്ങളുടെ ആവശ്യങ്ങളെ മൗനമായി സമർപ്പിക്കുക. എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ.
എൻ്റെ പ്രശ്നങ്ങളും ബാധ്യതകളും എന്നെ അലട്ടുന്ന രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് എന്നെ കൂടെ ചേർക്കണമേ. എന്നിൽ അവിടുത്തെ അത്ഭുത ശക്തിയുള്ള കരങ്ങൾ പതിക്കണമേ. ആമേ. അമ്മേ മാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈ മക്കൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ ചൊരിയപ്പെടാനായി അമ്മ പ്രാർത്ഥിക്കണമേ. നമുക്ക് ഈ സമയം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വലിയ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇട്ടാം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. ദൈവമായ കർത്താവിന് സ്തുതി.